കൃത്യമായ കണക്ക് ഇല്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഇനി ലാൽകുമാറെ തൗഫിക് തുടരണം. ഞാൻ ലാൽകുമാറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. കാരണം ചൈനയിൽ ഹിമതടാകം പൊട്ടിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമതടാകം പൊട്ടിയതായി ചൈനീസ് ഉദ്യോഗസ്ഥർ റസുവ ജില്ലാ ഭരണകൂടത്തെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് നേപ്പാൾ അധികൃതർ പറയുന്നത്. ലാൽകുമാറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലാൽകുമാർ, ഈ തടാകം പൊട്ടിയെന്ന ഒരു വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തൗഫീക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു, അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ഉള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ആളുകളൊക്കെ ഇത്തരമൊരു വാർത്ത കൂടി വരികയാണെങ്കിൽ നേപ്പാൾ പൂർണ്ണമായും ഇല്ലാതാകും എന്നൊരു അവസ്ഥയിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതീവ ജാഗ്രതയിലാണ്. ഈ തടാകം പൊട്ടി എന്ന് വാർത്തകൾ വരുമ്പോൾ അപ്പോൾ എന്താണ് ഇതിൽ സ്ഥിരീകരിക്കാൻ ആയിട്ടുണ്ടോ? എന്താണ് പറയുന്നത് ചൈനീസ് ഭരണകൂടം? നൈനു, നിലവിൽ ചൈന അത്തരത്തിലൊരു നിർദ്ദേശം നേപ്പാളിന് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഈ റസുവ ജില്ലാ അധികൃതരുമായിട്ട് ചൈന ഇത്തരത്തിലുള്ളൊരു ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള വിവരം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ കാര്യം നേപ്പാൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനം. മാത്രമല്ല, ഇത്തരത്തിൽ ആശങ്ക ഉളവാക്കുന്ന കാര്യമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ ഈ സുരക്ഷാ നടപടികൾ ഇപ്പോൾ തന്നെ ക്രമീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു പ്രളയ സാധ്യതയിലേക്ക്, രണ്ടാം ഘട്ട പ്രളയ സാധ്യതയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ ചൈന ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നേപ്പാളിന് ഉൾപ്പെടെ കൈമാറിയിരുന്നു. കാരണം ഈ ടിബറ്റൻ മേഖലയിൽ ഉൾപ്പെടെ നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 200ഓളം ഇന്ത്യക്കാർ ഈ ചൈനയുടെ ഭാഗത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ നിർദ്ദേശം അതീവ ജാഗ്രത ഉളവാക്കേണ്ടതാണ്. കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഹിമതടാകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു. അത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ചൈനയിൽ നിന്നുള്ള നിർദ്ദേശം. ഇന്ത്യ ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. കാരണം ഈ നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഈ ബീഹാർ, UP പോലുള്ള സംസ്ഥാനങ്ങളിലെ നദികളിലേക്ക് എത്തിയിരുന്നു. അത്തരത്തിൽ വലിയ ആശങ്ക ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഈ UP, ബീഹാർ കേന്ദ്രീകരിച്ചുള്ള ജില്ലകളിൽ ഇത്തരം നിർദ്ദേശങ്ങൾ കൈമാറിക്കഴിഞ്ഞു. അതീവ ജാഗ്രതാ നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു. നിലവിൽ വ്യോമയാന മാർഗമാണ് ഈ നേപ്പാളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതിൽ ആശങ്ക, പ്രധാനമായിട്ടുള്ള ആശങ്ക ഇത്തരം നടപടിയിലേക്ക് അല്ലെങ്കിൽ നടപടിയുടെ തടസ്സപ്പെടുത്താൻ ഇത് കാരണമാകുമോ എന്നുള്ളതാണ്. അത് ഈ വ്യോമയാന മാർഗമുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂടി ഇത് കാരണമാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. മാത്രമല്ല, ഈ ജനങ്ങൾ ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ തമ്പടിക്കുന്നുണ്ട്. അവരുടെ വീടുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ആ പ്രദേശത്തേക്ക് കൂടി ഈ വെള്ളം എത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നേപ്പാൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറും. ഇപ്പോൾ പല പ്രദേശങ്ങളിലും റോഡുകൾ തകരുന്ന സ്ഥിതിയുണ്ട്. ആ പ്രദേശങ്ങൾക്ക് ഈ സുരക്ഷാ അധികൃതർക്ക് ഉൾപ്പെടെ എത്തിപ്പെടാൻ പറ്റാത്ത സാധ്യതയുണ്ട്. നേരത്തെ മാധ്യമങ്ങൾക്ക് പറ്റാത്ത സാധ്യതകളുണ്ട്. അത്തരം പ്രദേശങ്ങൾ കൂടാതെ ഇനിയും ചില പ്രദേശങ്ങൾ കൂടി പൂർണ്ണമായും ഒറ്റപ്പെടുമോ എന്നൊരു ആശങ്ക നിലവിലുണ്ട്. നേപ്പാൾ അധികൃതർ പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും നിമിഷങ്ങളിൽ അവ കൂടുതലായി ഈ സൈന്യത്തെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളുടെ സഹായം കൂടി തേടാനുള്ള സാധ്യതകൾ. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നേപ്പാളുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു വിമാനം അവശ്യ സാധനങ്ങളുമായി ഇന്ന് വൈകിട്ടോട് കൂടി പുറപ്പെടുമെന്നുള്ള വാർത്തയുണ്ടായിരുന്നു. അത്തരത്തിൽ കൂടുതൽ രാജ്യങ്ങൾ, നേരത്തെ അമേരിക്ക ഉൾപ്പെടെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ചൈന ഉൾപ്പെടെ ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ മറ്റു നടപടിയിലേക്ക് നേപ്പാൾ കടക്കാനാണ് നിലവിലെ സാധ്യത. നൈനു, ലാല്, ഈ തടാകം പൊട്ടിയെന്ന റിപ്പോർട്ടിന് പിന്നാലെ അവിടെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം തൗഫീക്ക് നേരത്തെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ നേപ്പാൾ ഏത് രീതിയിലാണ് ഇതിനെ അറിയിക്കുന്നത്? കാരണം അത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെ ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? നിലവിൽ ഈ ഹിമതടാകം മാത്രമല്ല, ഈ വെള്ളം ഇറങ്ങി വന്ന ചില നദികളിൽ ഈ വെള്ളം പല തടസ്സങ്ങൾ കൊണ്ട് കെട്ടി നിൽക്കുകയും അവിടെ വലിയൊരു തടാകം രൂപപ്പെടുകയും ഡാമിന് തുല്യമായി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഡാമുകൾ പൊട്ടുകയാണെങ്കിൽ പോലും അത് നേപ്പാളിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അതിജാഗ്രതാപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ വ്യോമയാന മാർഗമുള്ള നിരവധി ഹെലികോപ്റ്ററുകളാണ് ഇതിന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ഹെലികോപ്റ്ററുകൾ കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾ എത്തിച്ചുകൊണ്ടുള്ള ഈ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ കൂടി ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകൾ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം കൂടി നേരിടേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാം ഘട്ട പ്രളയം കുറച്ചുകൂടി തീവ്രമായുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഓരോ നദിയിലും
ഈ ബണ്ടുകൾ അല്ലെങ്കിൽ ഈ ഡാമുകൾ പോലെ കെട്ടിനിൽക്കുന്ന ജലങ്ങൾ കൂടി പൊട്ടുകയാണെങ്കിൽ അത് നേപ്പാളിനെ സംബന്ധിച്ച് വലിയൊരു നാശത്തിലേക്ക് കാരണമാകും. അതിന് മുന്നേ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ പാലിച്ചുകൊണ്ട് ജനങ്ങളെ ഉൾപ്പെടെ മാറ്റേണ്ടതുണ്ട്. അതിന് എത്രമാത്രം പറ്റുമെന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം പല സുരക്ഷാ ഉദ്യോഗസ്ഥരും പല മേഖലകളാണ്, ഈ റോഡുകൾ ഉൾപ്പെടെ ഇല്ലാത്ത മേഖലയിലേക്ക് അവർ നടന്നു പോകേണ്ട സ്ഥിതിയുണ്ട്. അവിടെ നിന്നാണ് ഈ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റേണ്ടത്. പരിഭ്രാന്തരായ ഇവർ ഈ സ്ഥലങ്ങൾ വിട്ടുപോകുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം ഇവർക്ക് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചു നിൽക്കുന്നത് ഈ കേന്ദ്രങ്ങളാണ്. അവിടെ നിന്നും ഈ സാധനങ്ങൾ ഉൾപ്പെടെ മാറ്റണം. അത്തരത്തിൽ വലിയൊരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേപ്പാളിൽ നിലവിൽ ഉള്ളത്. ഇത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക്, രണ്ടാം ഘട്ട പ്രളയം എന്ന് വിളിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് കടക്കും. അത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നേപ്പാൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. സമീപ രാജ്യങ്ങൾ ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിൽ അത് കൂടുതൽ ആശങ്കയുണ്ടാക്കും. നദീതീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഇന്ത്യക്കുൾപ്പെടെ കടുത്ത നടപടികൾ ഈ 3-4 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തേണ്ടി വരും. അവിടെയുള്ളവരെ ഉൾപ്പെടെ പാർപ്പിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിനും. ശരി, ലാൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.